ഡിസംബർ ജനുവരി മാസത്തിലെ ചെറിയ തണുപ്പിന് ശേഷം നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലെ പറമ്പുകളിലും ഭവനങ്ങളുടെ ചുറ്റുമുള്ള ചെറിയ മിറ്റങ്ങളിലെല്ലാം ആ പറമ്പുകളെ സുന്ദരമാക്കുന്ന ഒരു പൂക്കൾ ഉണ്ടാകാറുണ്ട്. ഇതിനെ നമ്മൾ ഓശാന പൂക്കളെന്നും ഔസേപ്പ് പൂക്കളെന്നും പറയാറുണ്ട്. ഓശാനയോടടുത്ത് വരുന്ന മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് ഇത് സാധാരണ ഉണ്ടാകുക. അതോടൊപ്പം തന്നെ ഔസപിതാവിൻ്റെ ഓർമ്മ തിരുനാൾ ആചരിക്കുന്ന മാർച്ച് 19-ാം തീയതിയിലൊക്കെ ഇത് വളരെ ഇടതൂർന്ന് നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ ഈ പൂക്കൾ ഉണ്ടാകാറുണ്ട്. ഈ ഓശാന പൂക്കളുടെ അല്ലെങ്കിൽ ഔസേപ്പ് പൂക്കളുടെ വിശേഷങ്ങളിലേക്ക്. അമരലിസ് എന്ന് പറഞ്ഞാൽ അധികമാർക്കും അറിയാത്ത, എന്നാൽ ഓശാനപ്പൂവ് അഥവാ ഔസേപ്പ് പൂ എന്നൊക്കെ പറഞ്ഞാൽ മലയാളികൾക്ക് സുപരിചിതമായ ഈ മനോഹര പൂക്കൾ. കേരളത്തിൽ ഇത് ഓശാനപ്പൂവെന്ന് അറിയപ്പെടുന്നത് പ്രധാനമായും ഓശാന ഞായറാഴ്ച സമയത്ത് ഇവ ധാരാളമായി വിരിയുന്നത് കൊണ്ടാണ്. മാത്രമല്ല, മാർച്ച് 19 വിശുദ്ധ ഔസേപ്പിതാവിന്റെ മരണത്തിരുനാളും വരവേൽക്കാൻ ഈ പൂക്കൾ എങ്ങും വർണ്ണക്കാഴ്ചയൊരുക്കി തയ്യാറായിരിക്കും. അതുകൊണ്ടാണ് ഇവയ്ക്ക് ഔസേപ്പ് പൂവെന്ന വിശേഷണവും കൈവന്നത്. പ്രത്യേകം തയ്യാറാക്കിയ മണ്ണോ സാധാരണ സസ്യവിഭാഗങ്ങൾക്ക് ആവശ്യമായ പരിചരണമോ ഒന്നും തന്നെ ഔസേപ്പ് പൂക്കൾക്ക് ആവശ്യമില്ല. ഒരിക്കൽ വേരുറച്ചാൽ പിന്നീട് ഓരോ വസന്തത്തിലും അവ താനെ പ്രത്യക്ഷപ്പെടും, കണ്ണഞ്ചിപ്പിക്കുന്ന സൗന്ദര്യത്തോടെ. പേരുകൊണ്ട് മാത്രമല്ല, വിശുദ്ധ ഔസേപ്പിതാവിന്റെ ജീവിതത്തിലെ യാതനകളും സഹനങ്ങളുമെല്ലാം ഇവയും പേറുന്നു. ഹോസാന പൂവിനെക്കുറിച്ച് ശാസ്ത്രീയമായ ചില കാര്യങ്ങൾ പറഞ്ഞാൽ, കിഴങ്ങ് സസ്യമായ ഇവ മണ്ണിലെ വലിയ കിഴങ്ങുകളിൽ നിന്നാണ് വളരുന്നത്. വർഷങ്ങളോളം ഇവ നിലനിൽക്കും. കേരളത്തിൽ സാധാരണയായി കാണപ്പെടുന്നത് ചുവപ്പ് കലർന്ന ഓറഞ്ച് നിറമാണ്. എങ്കിലും വെള്ള, പിങ്ക്, വരകളുള്ളവ എന്നിങ്ങനെ പല നിറങ്ങളിൽ ഇവ ലഭ്യമാണ്. മണ്ണിനടിയിൽ അവശേഷിക്കുന്ന കിഴങ്ങായി മാത്രം ചവിട്ടി മെതിക്കപ്പെട്ട് ആരാലും അറിയപ്പെടാതെ വർഷങ്ങളോളം ഇവ നിലനിൽക്കുന്നു. അതുതന്നെയാണ് ഹോസാനപ്പൂവ് അഥവാ ഔസേപ്പ് പൂവിന്റെ ഏറ്റവും വലിയ സവിശേഷത. എളിമയോടെ ദൈവിക നിയോഗമനുസരിച്ച് രക്ഷകന്റെ മാതാവിന്റെ ജീവിത പങ്കാളിയാകുവാനുള്ള അനുഗ്രഹം ലഭിച്ച, ഒറ്റ വാക്യത്തിൽ പറഞ്ഞാൽ യേശുവിന്റെ വളർത്തച്ഛനായി ആരാലും അറിയപ്പെടാതെ നസ്രത്തിൽ ജീവിച്ച് ഒടുവിൽ നിശബ്ദനായി മരണപ്പെട്ട ഔസേപ്പിതാവിന്റെ തിരുനാളിനെ വരവേൽക്കാൻ ഈ ഔസേപ്പ് പൂക്കൾക്കല്ലാതെ മറ്റേത് പൂക്കളാണ് അത്യുത്തമം? ഉത്തമഗീതത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മുള്ളുകൾക്കിടയിൽ ഉയർന്നു നിൽക്കുന്ന ലില്ലിപ്പൂവിനെക്കുറിച്ച്. പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും തടസ്സങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് തിരുക്കുടുംബത്തിനും സമൂഹത്തിനും സംരക്ഷകനായി ശക്തിയായി നിന്ന വിശുദ്ധ ഔസപിതാവിൻ്റെ ഈ ഓർമ്മ തിരുനാളിൻ്റെ മാർച്ച് മാസത്തിൽ നമ്മുടെ തൊടികളിലും പറമ്പുകളിലെല്ലാം വിരിഞ്ഞു നിൽക്കുന്ന ഈ ഔസേപ്പ് പൂക്കൾ അല്ലെങ്കിൽ ഓശാന പൂക്കൾ നമ്മുടെ കുടുംബങ്ങളിലെ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ ഔസപിതാവിൻ്റെ മധ്യസ്ഥം ആവശ്യമാണെന്ന് നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കാം ഈ പൂക്കൾ. അതോടൊപ്പം തന്നെ ഓശാന ഞായറിനോടനുബന്ധിച്ച് ഈ ഓശാന പൂക്കൾ വിരിഞ്ഞു നിൽക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിലേക്കും നമ്മുടെ കുടുംബങ്ങളിലേക്കുമുള്ള ഈശോയെ സ്വീകരിക്കുന്ന രാജകീയ വഴികളാക്കുവാൻ നമ്മളെ ആഹ്വാനം ചെയ്യുവാൻ പ്രകൃതി തന്നെ ഒരുക്കുന്നതായിരിക്കാം ഇത്. ക്യാമറാമാൻ എഫ്രായിം ജോസഫിനൊപ്പം സജി ആൻ്റണി, ഷെക്കിന ന്യൂസ്.